സോ ഗൈസ്, അപ്പോൾ നമ്മൾ കിടിലൻ മഹാരാഷ്ട്രയിൽ ഒരു വാട്ടർഫോൾസ് കാണാൻ വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ ഇവിടെ എത്തി വീഡിയോ ചെയ്യാൻ കാരണം പെരും മഴയായിരുന്നു ഇവിടെ എത്തുന്നവരെ. അപ്പോൾ നമുക്കെന്തായാലും വാട്ടർഫോൾസിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ സ്വന്തം മഹാരാഷ്ട്രയുടെ ഹയസ്റ്റ് വെള്ളച്ചാട്ടമായ കാലു വാട്ടർഫോൾസ്. അപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങിയ അടുത്തുനിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ട്രക്ക് ചെയ്യാനുണ്ട്. വെള്ളച്ചാട്ടം ഇപ്പോൾ എത്തി എന്ന് നമ്മൾ കരുതും, പക്ഷേ വെള്ളച്ചാട്ടം എത്തില്ല. ആ സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. അപ്പം അങ്ങോട്ട് പോകണമെങ്കിൽ ചെറിയ റിസ്ക് ഒക്കെ ഉണ്ട്. സിപ്പ് ലൈൻ വേണ്ടവർക്ക് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തൊരു സിപ്പ് ലൈൻ അപ്പുറത്തുണ്ട്. അപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് റിവർ ക്രോസ് ചെയ്തിട്ട് തന്നെ കേട്ടോ. അത്യാവശ്യം ഒഴുക്കുണ്ടെങ്കിൽ നടക്കില്ല. ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വാട്ടർഫോൾ കാണാൻ നിങ്ങൾക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ മഹാരാഷ്ട്രയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക. അവിടെ നിന്ന് അവിടെ സ്റ്റേ ചെയ്ത് അന്ന് വെളുപ്പിന് മോർണിംഗിൽ ഏകദേശം ഒരു 6 മണി 7 മണിയാകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ഒരു മാൽഷേജ് ഘട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ബസ് കിട്ടും. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയും റോഡ് സൈഡിലെ വാട്ടർഫോൾ. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് വേണ്ട ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. അത്യാവശ്യം ഒരു നല്ല രീതിക്കുള്ള ഓഫ് റോഡ് കയറാനുണ്ടെന്ന് പറയുന്ന പോലെ നല്ല രീതിക്ക് കല്ലും മുള്ളും നിറഞ്ഞ റോഡുകൾ തന്നെയാണ്. അള്ളിപ്പിടിച്ചൊക്കെയാണ് ഞാനൊക്കെ അവിടെ എത്തിയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള വ്യൂ കണ്ടപ്പോൾ സത്യം പറഞ്ഞിട്ട് കൈയും കാലും വിറച്ചിട്ട് ഞാൻ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. പിന്നെ എൻ്റെ ഈ ഫ്രണ്ടിൽ നടക്കുന്ന 3 പേരെ ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാട്ടോ. സത്യം പറഞ്ഞാൽ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ട്രക്ക് ചെയ്ത് നടന്നു വരുന്ന സമയത്ത് എവിടെ പോയാലും മലയാളികൾ എന്ന് പറഞ്ഞാൽ മൺസൂണിൻ്റെ ടൈമിൽ മഹാരാഷ്ട്ര ചെന്ന് കഴിഞ്ഞാൽ മലയാളികളെ തട്ടി നടക്കാൻ പറ്റില്ല. ഇതാണ് കേട്ടോ ആ വെള്ളച്ചാട്ടം. എങ്ങനെയുണ്ട് കാണാൻ? വാൾപേപ്പറിലും ബുക്കിൻ്റെ ചട്ടയിലും ഒരുപാട് വെള്ളച്ചാട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു റിയാലിറ്റിയിൽ നമ്മൾ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് അതുപോലെ ഉണ്ട്.